ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്കിയ ജീവനക്കാർ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, പിൻവലിക്കൂ 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 പങ്കാളിത്ത പെൻഷൻ പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പദ്ധതി. IAS-നും IPS-നും IAS-നും IPS-നും IAS-നും IPS-നും IAS-നും IPS-നും റൊക്കം ക്യാഷ് നൽകിയിടുമ്പോൾ, റൊക്കം ക്യാഷ് നൽകിയിടുമ്പോൾ, റൊക്കം ക്യാഷ് നൽകിയിടുമ്പോൾ, റൊക്കം ക്യാഷ് നൽകിയിടുമ്പോൾ അധ്യാപകർക്കും ജീവനക്കാർക്കും, അധ്യാപകർക്കും ജീവനക്കാർക്കും, അധ്യാപകർക്കും ജീവനക്കാർക്കും, അധ്യാപകർക്കും ജീവനക്കാർക്കും DA കുടിശ്ശിക ഒന്നുമില്ല, DA കുടിശ്ശിക ഒന്നുമില്ല. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് ന്യായം സർക്കാരെ, ഇതെന്ത് ന്യായം സർക്കാരെ. പ്രതിഷേധം 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 ജീവനക്കാരുടെ പ്രതിഷേധം, ജീവനക്കാരുടെ പ്രതിഷേധം. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന യോഗത്തിൽ സംസ്ഥാന കൗൺസിലിംഗ് അംഗം കെ രാജൻ വിശദീകരണം നൽകി. എന്നാൽ 2016 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് LDF-ന്റെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി എഴുതി ചേർത്തു, LDF-ന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് സംബന്ധിച്ച്. 2021 ആ ഗവൺമെൻറ് അധികാരം ഒഴിയുമ്പോൾ പങ്കാളിത്ത പെൻഷൻ ബാക്കി പത്രം വെച്ചുകൊണ്ടാണ് പടിയിറങ്ങിപ്പോയത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെച്ച് കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി വെച്ചു എന്നതൊഴികെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് സങ്കടകരമായ ഒന്ന്. മേഖലാ സെക്രട്ടറി മണികണ്ഠൻ, KK സുന്ദരൻ, CP ജയേഷ്, സാംരാജ്, സുനിത, ജേക്കബ്, സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം.